വെൽക്കം ടു ദ നെക്സ്റ്റ് പോർഷൻ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അന്ന് ഷുവർട്ടിയെ കുറിച്ച്, ഷുവർട്ടിയുടെ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു സൈഡാണ് നമ്മൾ പറഞ്ഞത്. റൈറ്റ്സ് അപ്പോൺ ദ പ്രിൻസിപ്പൽ ഡെറ്റർ എന്നും റൈറ്റ്സ് അപ്പോൺ ക്രെഡിറ്റർ എന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അതിനകത്ത് റൈറ്റ്സ് അപ്പോൺ പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന ഭാഗം നമ്മൾ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് അടുത്തത് റൈറ്റ്സ് അപ്പോൺ ദ ക്രെഡിറ്റർ എന്ന ഭാഗമാണ്. റിസംബിൾനെസ് ഒരുപാടുള്ള ഭാഗമാണ്, രണ്ടും കൂടി തമ്മിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നോക്കിക്കേ, റൈറ്റ് അഗൈൻസ്റ്റ് ദ ക്രെഡിറ്റർ, റൈറ്റ് അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു വെച്ച ഇൻട്രൊഡക്ഷൻ കൊണ്ട് മറക്കണ്ട. സെക്ഷൻ 28 പ്രകാരം പറയുന്ന അവകാശ ബാധ്യതകൾക്ക് പുറമെ, ലൈബിലിറ്റിക്ക് പുറമെ, സെക്ഷൻ 128 പ്രകാരമുള്ള ലൈബിലിറ്റിക്ക് പുറമെ 127 പ്രകാരമുള്ള അവകാശങ്ങൾ ഷുവർട്ടിക്കുണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഷുവർട്ടിക്കുള്ള റൈറ്റ് അപ്പോൺ ദ പ്രിൻസിപ്പൽ ഡെറ്റർ കഴിഞ്ഞു, ഇനി അപ്പോൺ ദ ക്രെഡിറ്റർ ആണ് നമ്മൾ പറയുന്നത്. ലിസൺ, അതിലൊന്ന് ബിഫോർ ദ പേയ്മെന്റ് ഓഫ് ഡെറ്റ്, അതായത് പൈസ കൊടുക്കുന്നതിന് മുമ്പ്. ആർക്ക്? ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്ന സാധനം at the time when the principal debtor has made a failure or immediately on the failure of the principal debtor, the surety is compelled to pay the payments, make the payments. To whom? To the creditor. പണം കൊടുക്കുന്ന, അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ പരാജയപ്പെട്ടാൽ ഉടൻ തന്നെ ക്രെഡിറ്റർ എന്ന് പറയുന്നയാള് ഷുവർട്ടിയോട് പണം ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആ പണം കൊടുക്കുന്നതിന് മുന്നേ നോക്കൂ, before the surety is called upon to make the payments under the or to pay the guaranteed debt under the contract of guarantee, creditor has to make a suit against the principal debtor. അപ്പോൾ before the surety is called upon to pay the guaranteed debt under the contract of guarantee, creditor has to file a suit against principal debtor. ക്ലിയർ ആയില്ല? ഇവിടെ പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയുന്ന ആള് ഷുവർട്ടി, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ. അപ്പൊ പ്രിൻസിപ്പൽ ഡെറ്റർ പരാജയപ്പെട്ടു. പ്രിൻസിപ്പൽ ഡെറ്റർ പരാജയപ്പെട്ടപ്പോൾ ഷുവർട്ടിയോട് ക്രെഡിറ്റർ പണം ആവശ്യപ്പെട്ടു. അപ്പൊ ക്രെഡിറ്റർ ഇപ്പോ ഷുവർട്ടിയോട് പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? എന്നാൽ അതിനു മുൻപേ ഇയാൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയാണ്, ബിഫോർ ദ ഷുവർട്ടി ഈസ് കാൾഡ് അപ്പോൺ ടു പേ ദ guaranteed debt under the contract of guarantee, creditor has to file a suit against the principal debtor. ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കണം. അതെന്തിനാണാവോ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ കേസ് കൊടുത്താൽ ആ കേസ് നടത്തുവാനുള്ള അവകാശം ഇനിമേൽ ഷുവർട്ടിക്കാകും. അപ്പൊ ഷുവർട്ടിക്ക് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന വ്യക്തിയുടെ പേരിലുള്ള ആ നിയമപരമായ അധികാരത്തെ നടപ്പിലാക്കി തനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ആ കേസ്. ആ കേസ് ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ നടത്തിയാൽ മാത്രമേ ഷുവർട്ടി പണം കൊടുക്കേണ്ടതുള്ളൂ എന്നതാണ് നിയമം. അപ്പൊ നോക്കിയേ, ബിഫോർ ദ ഷുവർട്ടി ഈസ് കാൾഡ് അപ്പോൺ ടു പേ ദ ഗ്യാരണ്ടീഡ് ഡെറ്റ്, ദ ക്രെഡിറ്റർ ഹാസ് ടു ഫയൽ എ സ്യൂട്ട് അഗൈൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. സ്യൂട്ട് മീൻസ് കേസ്. സിമ്പിൾ ആയല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം, ക്രെഡിറ്റർ ഷുവർട്ടിയോട് പൈസ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കണം. ഇത്രയും ക്ലിയർ. രണ്ടാമത്തത് റൈറ്റ് ഓഫ് സബ്വേഷൻ. സബ്വേഷൻ നമ്മൾ പഠിച്ചതാണ് നേരത്തെ, പുട്ട് ടു അനദർ. അതാണ് സബ്വേഷൻ, കൈമാറ്റം ചെയ്യുക. അതാണ് where the guaranteed debt has become due and the surety has paid all that is liable, the creditor has to part with all that principal debtor had made with the creditor. Okay, the creditor has to part with all that principal debtor had made with the creditor. Him means creditor. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഷുവർട്ടി എന്ന് where the guaranteed debt has become due and surety has paid all that is liable. ഇപ്പൊ കാശ് കൊടുത്തു, ഷുവർട്ടി കൊടുക്കേണ്ടതായി ഗ്യാരണ്ടി തുക എന്തോ ആ ഗ്യാരണ്ടി തുക ഷുവർട്ടി ആർക്ക് കൊടുത്തു? ക്രെഡിറ്റർക്ക് കൊടുത്തു. ഓക്കെ, ഇനി അപ്പൊ എന്താ പറയേണ്ടത്?
അങ്ങനെ ക്രെഡിറ്റർക്ക് ഷുവർട്ടി ഹാസ് പെയ്ഡ് ആൾ ദാറ്റ് ഈസ് ലയബിൾ, ബാധ്യസ്ഥമായത് മുഴുവനും ക്രെഡിറ്റർക്ക് കൊടുത്തു എങ്കിൽ ക്രെഡിറ്റർ ഹാസ് ടു പാർട്ട് വിത്ത് സബോഗേറ്റ്, പാർട്ട് വിത്ത് കൈമാറ്റം ചെയ്യുക, പാർട്ട് വിത്ത് ആൾ ദാറ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ ഹാഡ് മെയ്ഡ് വിത്ത് ഹിം. പ്രിൻസിപ്പൽ ഡെറ്റർ എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും പ്രോപ്പർട്ടിയോ ഈടോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റർ അത് മുഴുവനും ഷുവർട്ടിക്ക് കൊടുക്കണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ക്രെഡിറ്റർ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഇയാൾ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കരുത്. അത് പോരാത്തതിന് വേണ്ടിയിട്ടാണ് ഷുവർട്ടിയുടെ ഗ്യാരണ്ടിയും കൊടുത്തതെന്ന് കരുത്. അപ്പൊ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ഒരു ചെക്ക് ക്രെഡിറ്ററുടെ കൈവശം ഉണ്ട്. ഈ ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുക്കേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡെറ്റർ പരാജയപ്പെട്ടു. അതുകൊണ്ട് ക്രെഡിറ്റർ ഷുവർട്ടിയുടെ അടുത്തുനിന്ന് പണം ഈടാക്കി. അങ്ങനെ ഈടാക്കി കഴിഞ്ഞപ്പോൾ ക്രെഡിറ്ററുടെ കൈവശമുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഒരു ചെക്ക് നമ്മൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകട്ടെ, പ്രോനോട്ട് ആകട്ടെ, അല്ലെങ്കിൽ എന്തും ആകട്ടെ, അത് ഇനി ക്രെഡിറ്റർ ആർക്ക് കൊടുക്കണം? പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിലുള്ളത് നേരെ ഷുവർട്ടിക്ക് കൊടുത്തേക്കണം. അപ്പൊ ഷുവർട്ടിക്ക് പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പേരിൽ ആ അധികാരം നടപ്പിലാക്കാൻ പറ്റുവേ? ഇതാണ് അതിന്റെ അർത്ഥം. ലളിതമായിട്ടൊന്നുകൂടി പറയാം. Where the guaranteed debt has become due and the surety has paid all that is liable. All that is liable. The creditor has to part with, means subrogate, part with all that principal debtor had made with him. All that principal debtor had made with the creditor. ക്രെഡിറ്ററിന്റെ പൈസത്ത് പ്രിൻസിപ്പൽ ഡെറ്റർ എന്തൊക്കെ കൊടുത്തിരുന്നോ അതെല്ലാം തന്നെ നേരെ ഷുവർട്ടിക്ക് കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലായി കാണുമെന്ന് പറയുന്നു. അത് സിമ്പിളാണ്. ഇനി അടുത്ത് നോക്കുക, റൈറ്റ് ഓഫ് കൗണ്ടർ ക്ലെയിം. ഈ കൗണ്ടർ ക്ലെയിം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എതിർവാദഗതി എന്നാണ്. നിങ്ങൾക്ക് എൻ്റെ മേലിൽ അവകാശവാദം ഉന്നയിക്കുന്ന പോലെ എനിക്കും നിങ്ങളുടെ പേരിൽ അവകാശവാദം ഉണ്ടെങ്കിൽ അതിനെയാണ് counter claim എന്ന് പറയാം. Of course, we know creditor has a claim over principal debtor. അത് പരാജയപ്പെട്ടപ്പോൾ ക്രെഡിറ്റർ നേരെ ഷുവർട്ടിന്ന് ഈടാക്കി അല്ലേ? Sometimes, that is an operative word, sometimes principal debtor may have some right over creditor. ക്രെഡിറ്ററുടെ പേരിലും എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ഈ ഗ്യാരണ്ടീഡ് ഡെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ക്രെഡിറ്റർ ആർക്ക് കൊടുത്തേക്കണം? ഷുവർട്ടിക്ക് കൊടുത്തേക്കണം. ഇതാണ് നമ്മുടെ പോയിന്റ്. ഒന്നുകൂടി പറയാം. ആഫ്റ്റർ ദ ഷുവർട്ടി ഹാസ് പെയ്ഡ് ആൾ ദാറ്റ് ഈസ് ലയബിൾ അഥവാ പെയ്ഡ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്. ഇവിടെ ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ ദ ഷുവർട്ടി ഹാസ് പെയ്ഡ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്, ഷുവർട്ടി ഹാസ് ടു ദ റൈറ്റ് ടു make counter claim. Surety has the right to make counter claim against the creditor. ആരാണ് നടന്നത്? Surety has the right to make counter claim against the creditor for the claim which the principal debtor had against the creditor. Surety has the right to make a counter claim. ആരുടെ creditor. The surety has the right to make a counter claim against a creditor for the right which the principal debtor had against a creditor. പ്രിൻസിപ്പൽ ഡെറ്ററിന് ക്രെഡിറ്ററുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അവകാശങ്ങൾ ഷുവർട്ടിക്ക് ക്രെഡിറ്റർ എടുത്തുനിന്ന് വസൂലാക്കാവുന്നതാണ്. ഒന്നുകൂടി പറയാണ്. ആഫ്റ്റർ ദ ഷുവർട്ടി ഹാസ് പെയ്ഡ് ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്, ഷുവർട്ടി ഹാസ് ദ റൈറ്റ് ടു മേക്ക് കൗണ്ടർ ക്ലെയിം അഗൈൻസ്റ്റ് ദ ക്രെഡിറ്റർ ഫോർ ദ ക്ലെയിം വിച്ച് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഹാഡ് അഗൈൻസ്റ്റ് ദ ക്രെഡിറ്റർ. For the claim which the principal debtor had against the creditor. അപ്പോൾ ആ 3 പോയിന്റ് ആയി. ഇപ്പൊ ആ പോർഷൻസ് ക്ലിയർ ആയോ? അപ്പൊ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി എന്ന് പറയുമ്പോൾ 2 ഭാഗമായിട്ട് നമ്മൾ തരംതിരിച്ചില്ലേ? റൈറ്റ് ഓഫ് ദ ഷുവർട്ടി അഗൈൻസ്റ്റ്, ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? റൈറ്റ് ഓഫ് ഷുവർട്ടി അഗൈൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ. അതിനുശേഷം റൈറ്റ് അഗൈൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഒക്കെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ക്രെഡിറ്റർ
അപ്പോൾ ഷുവർട്ടിയുടെ റൈറ്റ്സിന് നമ്മൾ റൈറ്റ് അപ്പോൺ ദ പ്രിൻസിപ്പൽ ഡെറ്റർ എന്നും റൈറ്റ് അപ്പോൺ ദ ക്രെഡിറ്റർ എന്നും പറഞ്ഞ ആ പോർഷനാണ് തീർന്നത്. ഇത്രയും പോർഷൻ നിങ്ങൾ എഴുതിയാൽ മതി, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും, സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ ക്ലാസ്. നമസ്തേ.